ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. 184/2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്. ഉത്തരം ഓപ്ഷൻ സി, ചങ്ങമ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ഓപ്ഷൻ എ, ജൂൺ 5. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏതാണ്? ഓപ്ഷൻ ഡി, മലമുഴക്കി വേഴാമ്പൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത ഒളിമ്പിക്സ് നടക്കും. ആ ക്വസ്റ്റ്യൻ നമുക്ക് വിടാം, കാരണം ഇത് കറണ്ട് അഫെയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബണാസുര അണക്കെട്ട് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, വയനാട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, മുൻ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത്? ഓപ്ഷൻ സി, രാമേശ്വരം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ, ചാൾസ് ബാബേജ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി, കൊളംബോ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി, രാജസ്ഥാൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. അതും ഒരു കറണ്ട് അഫെയർ ആണ്, അത് ഞാൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ. 1 മാരുതി ഉദ്യോഗ്, 2 അമുൽ, 3 ഓയിൽ ഇന്ത്യ, 4 റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക. അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി, രണ്ടാമത്തെയാണ്, അമുൽ. രണ്ടാമത്തെയാണ് കറക്റ്റ്. ഒന്നാമത്തെ ചോദ്യം, സൂചനകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. രണ്ടാമത്തേത്, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. മേൽ പറഞ്ഞ സൂചനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ എ 1 മാത്രം ശരി, ഓപ്ഷൻ ബി 2 മാത്രം ശരി, സി 2ഉം ശരിയാണ്, ഡി 2ഉം ശരിയല്ല. ആൻസർ ഓപ്ഷൻ ഡി, 2ഉം ശരിയില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്കുശാല ടാറ്റയാണ്. റൂർക്കേല സ്ഥാപിച്ചത് ജർമ്മനിയുടെ സഹായത്തോടെയാണ്. റഷ്യ സ്ഥാപിച്ചത് ബിലായ് എന്ന ഇരുമ്പുരുക്കുശാലയാണ്. 13ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിൻ്റെ പേര് തിരിച്ചറിയുക. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഓപ്ഷൻ എ, കാൽബൈശാഖി, ബി, മാംഗോ ഷവർ, സി, വടക്ക് കിഴക്കൻ മൺസൂൺ, ഓപ്ഷൻ ഡി, ലൂ. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലൂ ആണ്. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാമെന്ന് തിരിച്ചറിയുക. 1 ഉത്തരായന രേഖ, 2 ഭൂമധ്യരേഖ, 3 ദക്ഷിണായന രേഖ, 4 ആർട്ടിക് വൃത്തം. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2ഉം 3ഉം, ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, ഉത്തരായന രേഖ 1 മാത്രം.
15ാമത്തെ പ്രസ്താവന, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. സൂചന: 1 മഹാനദി, 2 പെരിയാർ, 3 താപ്തി, 4 ലൂണി. മേൽ സൂചനകളിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 1ഉം 2ഉം 3ഉം, ഓപ്ഷൻ സി 2ഉം 3ഉം, ഓപ്ഷൻ ഡി 2ഉം 3ഉം 4ഉം. കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. പെരിയാറും താപ്തിയുമാണ് അറബിക്കടലിൽ പതിക്കുന്നത്. മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലും ലൂണി നദി പതിക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി ചെന്നൈ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ഡൽഹിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ഓപ്ഷൻ എ ന്യൂഡൽഹി വാരണാസി, ഓപ്ഷൻ ബി അജ്മീർ ഡൽഹി, ഓപ്ഷൻ സി ചെന്നൈ മൈസൂർ, ഓപ്ഷൻ ഡി ഗാന്ധിനഗർ മുംബൈ. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹി വാരണാസി. ന്യൂഡൽഹിയും വാരണാസി ബന്ധിപ്പിച്ചാണ് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിയത്. ഓപ്ഷൻ ഡി അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം? ഓപ്ഷൻ എ ബംഗ്ലാദേശ് ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം. 19ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത്? ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ദേശീയ ജലപാത 2 ആണ്. സാദിയ മുതൽ ധുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ദേശീയ ജലപാത 2. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ? നവശേവ, പാരാദ്വീപ്, ഹാൽദിയ, കണ്ട്ല. ഇവയിൽ നിന്ന് പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 2ഉം 3ഉം, ഓപ്ഷൻ സി 1ഉം 4ഉം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി 1ഉം 4ഉമാണ്. നവശേവയും കണ്ട്ല തുറമുഖവുമാണ് പശ്ചിമ തീര തുറമുഖങ്ങൾ. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് കറക്റ്റായ ആൻസർ. 22ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ സി നവംബർ 26. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ അനുച്ഛേദം 21A. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? ഭക്ഷ്യസുരക്ഷ ഓപ്ഷൻ ബി 2013. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഉള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ഇന്ത്യ. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ? ഓപ്ഷൻ എ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഓപ്ഷൻ ഡി ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 29ാമത്തെ ക്വസ്റ്റ്യൻ,
ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി അനുച്ഛേദം 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ ഡി ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം? 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമേത്? ഓപ്ഷൻ ബി ചെമ്പാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തേത്, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം. അടുത്തത്, ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയുള്ള ഏക ഗ്രഹം. സി, ഒരു ഉപഗ്രഹം ചന്ദ്രൻ. ഡി, ഏറ്റവും വലിയ ഗ്രഹം. ഇ, ഏറ്റവും ചൂടുള്ള ഗ്രഹം. ഓപ്ഷൻ എ സി ഡി, ബി ബി ഡി ഇ, സി ബി സി ഡി, ഡി എ ബി സി. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി എ ബി സി. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീലനിറം ശരിയാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടിട്ടുള്ള ഏക ഗ്രഹം ഒരു ഉപഗ്രഹം ചന്ദ്രൻ, അതും ശരിയാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്, അപ്പോൾ അത് തെറ്റാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രൻ, അപ്പോൾ അതും തെറ്റാണ്. ശരിയായിട്ടുള്ളത് ആദ്യത്തെ 3 അടുത്ത ക്വസ്റ്റ്യൻ, നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി പാലക്കാടാണ്. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ ബി പെരിയാറാണ്. ഓപ്ഷൻ ബി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി? ഓപ്ഷൻ ബി മംഗൾ പാണ്ഡെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. അടുത്ത ക്വസ്റ്റ്യൻ, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ? ഓപ്ഷൻ എ ശരിയായിട്ടുള്ള ആൻസർ. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണെന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഓപ്ഷൻ ബി വിഹാരങ്ങളാണ് ബുദ്ധ മതകേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമേത്? ഓപ്ഷൻ ബി കേസരിയാണ് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. രണ്ടാമത്തേത്, മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. 3, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. 4, നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാകുന്നു. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി 1ഉം 2ഉം. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്കും മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പദ്ധതിയാണ് അന്നപൂർണ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആനി ബസൻ്റാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത. അടുത്ത ക്വസ്റ്റ്യൻ, 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ്റെ പേര്? 2013
ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ അഭിലാഷ് ടോമിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ആനമുടി. ഓപ്ഷൻ സി ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. ഓപ്ഷൻ ബി ആർ അംബേദ്കർ ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് ബി ആർ അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആര്? ഓപ്ഷൻ ബി പൊയ്കയിൽ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര്? ഓപ്ഷൻ ഡി ആണ്. മിന്നു മണിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ആദ്യമായി സ്ഥാനം ലഭിച്ച മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? 1. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. 2. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും. 3. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. 4. സബ്സിഡി കുറയ്ക്കുക. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ, വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ അയ്യങ്കാളിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ്. വി ടി ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായ ആൻസർ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് വി ടി ഭട്ടതിരിപ്പാടാണ്. അടുത്തത്, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ ബി നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത്. അടുത്തത്, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ എ ആദിച്ചനെല്ലൂരാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. അടുത്തത്, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഓപ്ഷൻ ബി ജൂൺ 5. അടുത്ത ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർ ആയതുകൊണ്ട് അത് ഞാൻ വിടുന്നതാണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിച്ചത് ആരെയാണ്? ഓപ്ഷൻ സി അരുണ സഫലിയാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം. ഓപ്ഷൻ ഡി കുട്ടനാടാണ് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആര്? ഓപ്ഷൻ ബി ഷാജഹാൻ ആണ് കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ഓപ്ഷൻ ബി സ്റ്റേപ്പീസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. 62ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ജീവകം സി ആണ്. ജീവകം സിയുടെ അഭാവം മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ബാക്ടീരിയ. ഓപ്ഷൻ സി എലിപ്പനിക്ക് കാരണമായത് ബാക്ടീരിയയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി.
ഓപ്ഷൻ എ മൃതസഞ്ജീവനിയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യാനുള്ള പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഓപ്ഷൻ ബി ജലദോഷം. അടുത്ത ക്വസ്റ്റ്യൻ, 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമേത്? ഓപ്ഷൻ സി സൈലൻറ്റ് സ്പ്രിംഗ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് സൈലൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവലേത്? ജ്യോതിക, ഓപ്ഷൻ ബി പ്രിയങ്ക, ഓപ്ഷൻ സി അക്ഷയ, ഓപ്ഷൻ ഡി ശ്വേത. ശരിയായ ആൻസർ ഓപ്ഷൻ ബി പ്രിയങ്കയാണ്. ഓപ്ഷൻ എ ജ്യോതിക എന്നുള്ളത് ഒരു പടവലത്തിൻ്റെ ഇനമാണ്. അക്ഷയ തക്കാളി, ശ്വേത കുമ്പളം. അപ്പോൾ പാവലിൻ്റെ സങ്കര ഇനം പ്രിയങ്കയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ്. ഓപ്ഷൻ ഡി എപ്പികൾച്ചറാണ് ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി. സെറികൾച്ചർ എന്നാൽ പട്ടുനൂൽ കൃഷിയാണ്. പിസികൾച്ചർ മീൻ വളർത്തലാണ്. ക്യൂണികൾച്ചർ മുയൽ വളർത്തലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത്? ഓപ്ഷൻ എ ആണ് സിംഹവാലൻ കുരങ്ങാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി പീച്ചിയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തേത്, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. രണ്ടാമത്തേത്, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. 3, ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. 4, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ പ്രസ്താവന രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമെന്നത് തെറ്റായിട്ടുള്ളതാണ്. ആറ്റം എന്നാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഓപ്ഷനുകളിലെല്ലാം തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ കാണും. അപ്പോൾ ഓപ്ഷൻ സിയിലാണ് ഒന്നാമത്തെ ഓപ്ഷൻ ഇല്ലാത്തത്. അതുകൊണ്ട് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. ഓപ്ഷൻ ബി, പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. സി, പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ഓപ്ഷൻ ഡി, ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കുറയുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ്. മൂന്നാമത്തേത്, പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുകയല്ല ചെയ്യുന്നത്, കുറയുകയാണ്. ഡി, ഗ്രൂപ്പിൽ നിന്നും മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുകയല്ല ചെയ്യുന്നത്, ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടും, അപ്പോൾ ലോഹ സ്വഭാവം കൂടുന്നു. അപ്പോൾ ശരിയായിട്ടുള്ളത് ഇതിൽ പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, നിറമില്ല, ഗന്ധമില്ല, കത്തുന്നു. ഓപ്ഷൻ ബി, ഗന്ധമില്ല, ജലത്തിൽ ലയിക്കുന്നില്ല, നിറം ഉണ്ട്. ഓപ്ഷൻ സി, കത്താൻ സഹായിക്കുന്നു, ജലത്തിൽ ലയിക്കുന്നു, ഗന്ധം ഉണ്ട്.
ഓപ്ഷൻ ഡി ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറം ഇല്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറം ഇല്ല എന്നുള്ളതൊക്കെ ഓക്സിജൻ്റെ പ്രത്യേകതകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അലുമിനിയത്തിൻ്റെ അയിര് ഡാഷ് ആണ്. ഓപ്ഷൻ എ ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര്. 75ാമത്തെ ക്വസ്റ്റ്യൻ, കാഡ്മിയം സൾഫൈഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറമെന്ത്? ഓപ്ഷൻ എ മഞ്ഞ നിറമാണ് കാഡ്മിയം സൾഫേറ്റ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം. അടുത്തത്, മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവ്. രണ്ടാമത്തെ പ്രസ്താവന, പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. മൂന്നാമത്തേത്, ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. നാലാമത്തേത്, ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3. നാലാമത്തേത് ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്നുള്ളത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? ഓപ്ഷൻ എ ആണ് കോൺവെക്സ് ദർപ്പണമാണ് ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്നത്. അടുത്തത്, ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ്. ഓപ്ഷൻ ബി സ്ഥാനാന്തരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഊർജത്തിൻ്റെ യൂണിറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഊർജത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ സി ജൂളാണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ സി ജൂളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വികിരണം വഴിയുള്ള താപ പ്രക്ഷേപണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന, തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. മൂന്നാമത്തേത്, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. പ്രസ്താവന മൂന്നാമത്തേത്, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസൊക്കെ മാത്സ് ആണ്. അത് മാത്സിന് തനിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും കൂടെ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻസിനായിട്ട് ഈ PSC ടൈംസ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക് യു.